പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോഴ്സിൻ്റെ മോട്ടിവേഷൻ ടോക്കിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാഭ്യാസ ബോർഡുകളുടെയും 10ഉം 12ഉം ക്ലാസ്സുകളിലെ റിസൾട്ട് വന്നിരിക്കുന്ന അവസരമാണല്ലോ. സുരക്ഷിതമായ ഭാവിയെ സ്വപ്നം കണ്ട് അടുത്തതായി എന്ത് പഠിക്കണം എന്ന് തീരുമാനിച്ച് അനുയോജ്യമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനുള്ള തിരക്കിലാണല്ലോ ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും. ഏത് വിഷയങ്ങളെടുത്ത് പഠിക്കാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും നല്ല പഠിപ്പിസ്റ്റുകൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസവും അതിനുള്ള സാഹചര്യവും തീർച്ചയായും ഉണ്ടായേക്കാം. എന്നാൽ ചിലർക്കെങ്കിലും സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ തൻ്റെ അഭിരുചിയും താല്പര്യവും മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തവരോ ഉണ്ടാകാം. മാതാപിതാക്കളോടുള്ള അമിത വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പേരിൽ അവരെടുക്കുന്ന തെറ്റായ തിരഞ്ഞെടുപ്പുകൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ച് പഠിക്കാൻ നിർബന്ധിതരാവുകയും അതിൻ്റെ പേരിൽ പിന്നീടുള്ള കാലം മുഴുവൻ നിരാശപ്പെട്ട് ജീവിതം തന്നെ നരകതുല്യമായി തീരാൻ ഇടവരുത്തുകയും ചെയ്യുന്ന മക്കളും കുറവല്ല. അങ്ങനെ സ്വന്തമായ ആഗ്രഹങ്ങൾ ബലികഴിക്കുകയും അതേസമയം നിലവിലെ ജോലിയിലോ ജീവിത സാഹചര്യങ്ങളിലോ തീരെ ആത്മസംതൃപ്തി ഇല്ലാതെ മനോവിഷമത്തിലകപ്പെട്ട് ജീവിക്കുന്ന ഒരു മെഡിക്കൽ ഡോക്ടറുടെ കഥ പറയാം. 4-5 വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെടാൻ ഇടവന്ന ഒരു അമ്മച്ചിയുടെ 2 മക്കളിലെ ഏക മകൻ, നല്ല പഠിപ്പിസ്റ്റ്. അച്ഛനാകട്ടെ പ്രസിദ്ധമായ ഒരു കാർഡിയോളജി ഡോക്ടറായിരുന്നു. CBSE 12ാം ക്ലാസ്സിൽ ബയോമാത്സ് വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. മെഡിസിനും എഞ്ചിനീയറിങ്ങിനും നടത്തിയ എൻട്രൻസ് പരീക്ഷകളിൽ 2ലും ഉന്നതമായ റാങ്കുകൾ നേടിയെടുത്തു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ആ വ്യക്തിക്ക് കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. ഫിസിക്സ് തൻ്റെ ഇഷ്ട വിഷയമായിരുന്നതിനാൽ അതിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് സയൻറ്റിസ്റ്റ് ആകണം, ISRO പോലുള്ള മഹത്തായ രംഗങ്ങളിൽ ജോലി നേടണം എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ ഡോക്ടറായിരുന്ന അച്ഛനാകട്ടെ മകനെയും ഒരു നല്ല ഡോക്ടർ ആക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതേസമയം അച്ഛൻ്റെ തീരുമാനങ്ങളെ ധിക്കരിക്കാൻ മകനോ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ഭർത്താവിനോട് പറയാൻ അമ്മയ്ക്കോ ധൈര്യമുണ്ടായിരുന്നില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മെറിറ്റോടുകൂടി അഡ്മിഷൻ ലഭിച്ചു. പഠനവും ആരംഭിച്ചു. എന്നിട്ടും ഓരോ പ്രാവശ്യവും അവധിക്ക് വീട്ടിൽ വരുമ്പോൾ തനിക്ക് ഫിസിക്സ് പഠിക്കാനാണ് താല്പര്യമെന്നും ഇപ്പോൾ പഠിക്കുന്നത് ട്രാക്ക് മാറിയുള്ള പഠനമാണെന്നും അമ്മയോട് പറയുമായിരുന്നു. എങ്കിലും യാതൊന്നും സംഭവിച്ചില്ല. 4 വർഷങ്ങൾക്ക് ശേഷം MBBS പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി. മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതിരുന്നതിനാൽ മെഡിസിനിൽ തന്നെ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നു. അതിലും ഉന്നത വിജയം നേടി. വിവാഹം കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ കുടുംബസമേതം താമസിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ നല്ല പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ അധികം പ്രയാസമുണ്ടായിരുന്നില്ല. ജോലി ചെയ്യുന്നതോടൊപ്പം MBA പോലുള്ള പഠനങ്ങളും പൂർത്തിയാക്കുകയും കൂടുതൽ അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് പിതാവ് ആകസ്മികമായി അന്തരിക്കുകയും ഉണ്ടായി. എന്നിട്ടും തനിക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവാൻ ഇടവരുത്തിയ പിതാവിനോടുള്ള പകയും വൈരാഗ്യവും ഉള്ളിൽ പേറി. അതേസമയം താൻ തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കപ്പെട്ട പ്രൊഫഷനോട് യാതൊരു താല്പര്യവുമില്ലാതെ തൻ്റെ ഇഷ്ടവിഷയമായ ഫിസിക്സ് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന മോഹഭംഗവുമായി തികച്ചും അസംതൃപ്തമായ ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട് ഇപ്പോഴും ഭാരപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് ആ പഠിപ്പിസ്റ്റ്. ആ അമ്മയാകട്ടെ മകൻ്റെ ആഗ്രഹം ഭർത്താവിനോട് തുറന്നു പറയാനുള്ള ധൈര്യം പ്രകടിപ്പിക്കാതിരുന്നതിനാൽ അവൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന മനോവിഷമത്തോടു കൂടി കഴിയുകയാണ്. ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വമായിരിക്കാം അദ്ദേഹത്തിൻ്റേത്. മാതാപിതാക്കളോടുള്ള അമിതമായ വിധേയത്വം വരുത്തിവെച്ച ഒരു ദുരന്തമെന്ന് വേണമെങ്കിൽ പറയാം. തങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് ധരിച്ചിരിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്, പ്രത്യേകിച്ച് അച്ഛന്മാർ. 12ാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് പോലും വേണ്ടത്ര അറിവും പരിജ്ഞാനവും ഇല്ലെന്നും തന്മൂലം അവർക്ക് വേണ്ടി താൻ തന്നെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവരുമുണ്ട്. ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ഒരു ഹിറ്റ് സിനിമയുണ്ട്, 3 ഇഡിയറ്റ്സ് എന്ന പേരിൽ. പിന്നീട് 2012 നൻപൻ എന്ന പേരിൽ തമിഴിലും ആ സിനിമ റീമേക്ക് ചെയ്തു.
ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആകണമെന്ന മകൻ്റെ വലിയ ആഗ്രഹം നിഷ്കരണം തള്ളിക്കളഞ്ഞ് അവനെ നിർബന്ധിച്ച് എഞ്ചിനീയറിങ്ങിന് ചേർക്കുന്ന ഒരു അച്ഛൻ്റെയും അതിൽ നിരാശനായി ഒട്ടും ഇഷ്ടമില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു മകൻ്റെയും കഥ അതിൽ ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഒരാളുടെ ഭാവി ജീവിതത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ. മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. മക്കൾക്ക് വിവരമില്ല എന്ന് ചിന്തിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തന്നോളം അറിവില്ലെങ്കിൽ തന്നെ അവർക്ക് വേണ്ടി വിഷയങ്ങളും കോഴ്സുകളും ഒരുപക്ഷെ ജോലിയുമൊക്കെ തിരഞ്ഞെടുക്കുന്ന മാതാപിതാക്കൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ കഴിവും അഭിരുചിയും ബുദ്ധിയും മാത്രമല്ല, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൂടി തിരിച്ചറിയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ധൈര്യവും ആർജവത്വവും പ്രകടിപ്പിക്കാൻ മക്കളും തയ്യാറാകണം. അല്ലാത്ത പക്ഷം വിലപ്പെട്ട അവരുടെ ജീവിതം എന്നും നരകതുല്യമായേക്കുമെന്ന യാഥാർത്ഥ്യം മാതാപിതാക്കളും മക്കളും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ശ്രദ്ധിക്കുക. പണത്തേക്കാളും പ്രശസ്തിയേക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനം ആത്മസംതൃപ്തിയാണെന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല പഠനകാലം ആശംസിക്കുന്നു. എന്നെ ശ്രവിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി. ഈ ടോക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.